പാരിഷ് കൗൺസിൽ കൃത്യമായി നടക്കുന്ന ഇടവകളിലൊന്നാണിത്. അതോടൊപ്പം തന്നെ പാരിഷ് കൗൺസിലിൽ അംഗങ്ങളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. ഈ വർഷം ബഹുമാനപ്പെട്ട ജോർജ് നരിപ്പാറ അച്ഛൻ്റെ പൗരോഹിത്യ സുവർണ്ണ ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പാരിഷ് ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിരിക്കുകയാണ്. കുർബാനയിലും അതുപോലെ തന്നെ മറ്റ് ആരാധനയും ഒക്കെ സജീവമായിട്ട് ഈ ഇടവകയിൽ നടക്കുന്നു. ആദ്യ വെള്ളിയാഴ്ചകളിലും അതുപോലെ തന്നെ രണ്ടാം വെള്ളിയാഴ്ചകളിൽ പ്രോലൈഫിൻ്റെ ആരാധനയും കൃത്യമായി നടക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലും അതുപോലെ തന്നെ ആരാധനയിലും ജനങ്ങളുടെ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. വിവിധങ്ങളായിട്ടുള്ള ഭക്ത സംഘടനകളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് കണിച്ചാർ ഇടവക. KCC ഇടവകയിൽ സ്ഥാപിതമായത് 2013 ഒക്ടോബർ 20 രാവിലെ 7 മണിക്ക് ശേഷമുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അതിരൂപത സെക്രട്ടറി ശ്രീ ജോണി വടക്കേക്കര KCCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും അതിനുശേഷം ഫാദർ ജോർജ് നരിപ്പാറ ഇടവക വികാരി KCCയുടെ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 6 അംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. ആ 6 അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഇന്ന് 99 അംഗങ്ങളുള്ള സംഘടനയായി മാറിയിരിക്കുന്നു. KCCയുടെ ലക്ഷ്യം സഭയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് സഭയ്ക്കും സമൂഹത്തിനും ഉതകുന്ന രീതിയിൽ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്നു. സുഭഗേശ്വര ശാന്തിദാത ശ്രീമുക്തിദാത വരദായക പാവനാത്മൻ അവതീര്യതാ മമ വിഭോ മമ സുപ്രണാമം. കരുണാമൂർത്തി കൈ തൊഴു
ഈ സംഘടന 1977 വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ നാമത്തിൽ കണിച്ചാറിൽ സ്ഥാപിതമായി. അന്നത്തെ വികാരിയച്ഛനായിരുന്ന ഫാദർ ജോസഫ് അരഞ്ഞാണിപ്പുത്തമ്പരുടെ നേതൃത്വത്തിൽ 15 അംഗങ്ങൾ ഒത്തുചേരുകയും പ്രഥമ പ്രസിഡൻ്റായി ബ്രദർ ആന്റണി ചിരമേലിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ സംഘടനയുടെ ലക്ഷ്യം സമ്പത്തിൻ്റെയും സമയത്തിൻ്റെയും ഓരോഹരി പാവങ്ങൾക്കായി നീക്കുക എന്നിവയാണ്. ഈ ലക്ഷ്യത്തിൽ മുൻനിർത്തിക്കൊണ്ട് കാലാകാലങ്ങളിൽ വരുന്ന പ്രസിഡന്റുമാർ ആ ലക്ഷ്യം കണ്ടുകൊണ്ട് മുന്നേറുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രവർത്തനം ഈ കണിച്ചാർ ഇടവകയുടെ പരിധിയിൽ പെട്ടതാണ്. ഞങ്ങൾ ഈ ഇടവകയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവസരായ രോഗികളെയും വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളെയും ഭവനമില്ലാതെ ഉള്ള ആൾക്കാർക്ക് ഭവനം വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിലേക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ഞങ്ങളെല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഴ്ചയിൽ ഒരു പ്രാവശ്യം യോഗം ചേരുന്നു. ഈ യോഗത്തിൽ നിന്ന് ഞങ്ങൾ കിട്ടുന്ന രഹസ്യപ്പിരിവ് മറ്റ് സഹായങ്ങളുമായി കണ്ടെത്തി ഈ സംഭാവന ഇതിലേക്ക് എടുക്കുന്നത്. പിന്നെ ഈ സംഘടനയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു സാധു കുടുംബത്തിന് ഞങ്ങൾ പൂർണ്ണമായും വീട് വെച്ച് നൽകുകയും കഴിഞ്ഞ വർഷം 6,07,000 സെൻറ്റ് സ്ഥലം സ്വന്തമായി നൽകി ആ സ്ഥലത്ത് വിൻസെൻ്റ് പോൾ 6 ലക്ഷം രൂപയുടെ ഒരു ഭവനം വാർത്ത് നൽകുകയും ചെയ്തു. ഈ ഇടവകയിൽ 20 അൾത്താരവാരന്മാരാണുള്ളത്. എല്ലാ ദിവസവും അൾത്താരവാരന്മാർ പള്ളിയിൽ വരുന്നു. ഓരോ ദിവസവും 4 പേർ വീതമാണ് വിശുദ്ധ ബലിയിൽ ശുശ്രൂഷകളായി പങ്കെടുക്കുന്നത്. വിശുദ്ധ ജോൺ ബർക്കുമെൻസിനോടുള്ള പ്രാർത്ഥന ഞങ്ങൾ ദിവസവും ചെല്ലാറുണ്ട്. വിശുദ്ധ ബലിയിൽ മാത്രമല്ല, ഇടവകയിലെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിലും അൾത്താര സംഘം സജീവമാണ്. മാസത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥനാ കൂട്ടായ്മ നടത്താറുണ്ട്. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും മനുബ്രദറും സിസ്റ്റേഴ്സും മാത്യു സാറുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 1991 തുടങ്ങിയ പ്രസ്ഥാനമാണ് ക്രെഡിറ്റ് യൂണിയൻ. ഞങ്ങളുടെ ലക്ഷ്യം പരസ്പര സഹായ സുഹൃത്ത് സംഘമാണ്. ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ഡയറക്ടർ ജോർജ് നരിപ്പാറയച്ചനാണ്. ഞങ്ങളുടെ 7 അംഗ കമ്മിറ്റിയാണ് ഞങ്ങൾ നിലവിൽ ഉള്ളത്. അതിൽ എല്ലാ ആഴ്ചയും ഞങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്നു. അത് ലോൺ വിതരണം നടത്തുന്നുണ്ട്. ഓഹരി SP എന്നീ മുതലായ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ്. പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജാതി മത ഭേദം എന്നീ എല്ലാവരും ഇല്ലാത്ത മെമ്പർമാരെ 90 മെമ്പർമാർ ഞങ്ങളിതിൽ പങ്കാളികളാണ്. ഞങ്ങൾ ആഴ്ച തോറും നിക്ഷേപങ്ങൾ നടത്തുന്നു. അവർക്ക് ലോൺ വിതരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഓഹരി 1000 മുതൽ 2000 രൂപ വരെ ഇടുന്നവർക്ക് 10,000 രൂപ ലോൺ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സാധു വിധവകൾക്ക് വിവാഹ സംഭാവന സ്വരൂപിച്ച് ഇടവകളിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും സ്വരൂപിച്ച് ഞങ്ങൾ വിവാഹ സംഭാവന കൊടുക്കുകയും ചെയ്യുന്നു. രോഗികളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്.